ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ട് അപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 19 വെള്ളിയാഴ്ച. ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ അത്യധികം വേദനാജനകമായ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലധികം ഷിക്കാഗോയിലെ സജീവ സാന്നിധ്യമായിരുന്ന പാസ്റ്റർ ബെൻ കോഷി കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 9:30 മണിക്ക് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. IPC ഷിക്കാഗോ സഭയുടെ സഹശുശ്രൂഷനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അധികം ഷിക്കാഗോയിലെ വിവിധ സുവിശേഷ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു പാസ്റ്റർ ബെൻ കോഷി. കേരളത്തിൽ കല്ലിശ്ശേരി താമരപ്പള്ളി കുടുംബാംഗമായ അദ്ദേഹം ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഷിക്കാഗോയിലെത്തുന്നത്. ഷിക്കാഗോയിലുള്ള ക്രിസ്ത്യൻ ലൈഫ് ബൈബിൾ കോളേജ്, ട്രിനിറ്റി ബൈബിൾ സെമിനാരി, ലിബർട്ടി ബൈബിൾ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്ന് വേദപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം വേദശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഓർഡൈൻഡ് മിനിസ്റ്ററായ ബെൻ കോഷി ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ദീർഘവർഷങ്ങൾ യുണൈറ്റഡ് എയർലൈൻസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ലാബ്കോർപ്പ് മെഡിക്കൽ ലാബിന്റെ ഷിക്കാഗോ ബ്രാഞ്ച് സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. IPC സീനിയർ ശുശ്രൂഷകൻ ഡോക്ടർ TC കോഷി അവരുടെ രണ്ടാമത്തെ മകനാണ് പാസ്റ്റർ ബെൻ കോഷി. മാതാവ് ചിന്നമ്മ കോഷി റാന്നി കപ്പമാമൂട്ടിൽ കുടുംബാംഗമാണ്. ഭാര്യ അനി കോഷി, ഏക മകൻ ആൽഫിൻ കോഷി. സഹോദരന്മാരായിരിക്കുന്ന ഡോക്ടർ അലക്സ് T കോഷി, പാസ്റ്റർ സിസിൽ കോഷി എന്നിവരും ഷിക്കാഗോയിൽ താമസിക്കുന്നു. പരേതന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും സമൂഹത്തോടും സഭാജനങ്ങളോടും അവരുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. സകല ആശ്വാസങ്ങളുടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത വീക്കെൻഡ് വെള്ളി ശനി ദിവസങ്ങളിൽ ജൂലൈ മാസം 26, 27 ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഷിക്കാഗോയിൽ വെച്ച് നടത്തുന്നതാണ്. പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ അത് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. CCFന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന ആനുവൽ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് IPC ഷിക്കാഗോ സഭയുടെ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക്, നാളെ രാവിലെ 10 മണിക്ക്, നാളെ വൈകിട്ട് 6 മണിക്ക് 3 സമ്മേളനങ്ങൾ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ചും ഞായറാഴ്ച രാവിലെ സംയുക്ത ആരാധന ട്രിനിറ്റി ബൈബിൾ സെമിനാരിൽ വെച്ച് നടക്കുമെന്ന് CCFന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. പാസ്റ്റർ ബെൻ കോഷിയുടെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ എബനസൽ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്താനിരുന്ന പ്രത്യേക സമ്മേളനത്തിൽ വെള്ളിയാഴ്ചത്തെ സമ്മേളനം മീറ്റിംഗ് മാറ്റിവെച്ചതായി സഭാ ഭാരവാഹികൾ അറിയിക്കുന്നു. ജൂലൈ മാസം 27 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടാകും. പാസ്റ്റർ ബെൻസൺ മത്തായി ദൈവദിനം ശുശ്രൂഷിക്കുന്നതാണ്. വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് ക്യാൻസലാക്കിയതായി സഭാ ഭാരവാഹികൾ അറിയിക്കുന്നു. IPC എബ്രോൺ സഭയുടെ VBS അടുത്ത ചൊവ്വാഴ്ച മുതൽ സഭ ഹാളിൽ വെച്ച് നടത്തുന്നതാണെന്ന് സഭാ ഭാരവാഹികൾ അറിയിക്കുന്നു. സഭയുടെ ആനുവൽ കൺവെൻഷൻ ജൂലൈ മാസം 27 ശനിയാഴ്ച വൈകിട്ടും 28 ഞായറാഴ്ച വൈകിട്ടും സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ PC മാമൻ അറിയിക്കുന്നു. 2026 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന PC NAC സമ്മേളനത്തിന്റെ ലേഡീസ് നാഷണൽ റെപ്രസെന്റേറ്റീവായി സിസ്റ്റർ ജീന വിൽസനെ തെരഞ്ഞെടുത്തതായി PC NAC ദേശീയ ഭാരവാഹികൾ അറിയിച്ചു. ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യയുടെ സിൽവർ ജൂബിലി സമ്മേളനം ജൂലൈ മാസം 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണി മുതൽ 3:30 മണി വരെ ഗോൾഫ് മെയിൻ പാർക്ക് ഡിസ്ട്രിക്റ്റിൽ വെച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് പാസ്റ്റർ ബെതേൽ പാവച്ചൻ അറിയിക്കുന്നു. IPC സഭയുടെ VBS അടുത്ത ചൊവ്വാഴ്ച മുതൽ IPC ഓഡിറ്റോറിയത്തിൽ IPC എബ്രോണിൽ വെച്ചും ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയുടെ VBS ജൂലൈ മാസം 23 മുതൽ 26 വരെ സഭാ ഹാളിൽ വെച്ചും ഇലിയോസ് ചർച്ചിന്റെ VBS 24 മുതൽ 27 വരെ അവരാരാധിക്കുന്ന സഭാ ഹാളിൽ വെച്ച് നടക്കുന്നതാണെന്ന് സഭാ ഭാരവാഹികൾ അറിയിക്കുന്നു. ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയുടെ 50ാമത് ജൂബിലി സമ്മേളനം ഓഗസ്റ്റ് മാസം 17 4:30 മണിക്ക് നടക്കുമെന്ന് സഭയുടെ സെക്രട്ടറി അറിയിക്കുന്നു. IPC നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 8 മുതൽ 11 വരെ ബോസ്റ്റണിൽ വെച്ച് നടക്കുമെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദേശീയ കൺവെൻഷൻ ഓഗസ്റ്റ് 1 മുതൽ 4 വരെ ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്.
പ്രശസ്ത ക്രിസ്തീയ ഗായിക നിർമ്മല പീറ്ററിന്റെ സംഗീത ശുശ്രൂഷ കഴിഞ്ഞ ഞായറാഴ്ച ഗോൾഫ് മെയിൻ പാർക്കിൽ വെച്ച് നടക്കുകയുണ്ടായി. അനേകർ പങ്കെടുത്ത ആ സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.